ഓണം എക്സാം ടഫ് ആവുമോ? ഒരുപാട് കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്രാവശ്യത്തെ ഓണം എക്സാം ടഫ് ആവുമോ എന്നുള്ള കാര്യം. ആൻഡ് ഒരുപാട് പേര് പേടിക്കുന്ന ഒരു കാര്യം ഇപ്രാവശ്യത്തെ ഓണം എക്സാം ടഫ് ആവുമോ എന്നുള്ളത് തന്നെയാണ്. സോ അതിനുള്ള ഒരു റിപ്ലൈ ആണ് മക്കളെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം മിസ്സിന് നിങ്ങളോട് പറയാനുള്ള ഒരു സത്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ ഓണം എക്സാം ടഫ് ആവാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അതിനുള്ള കാരണം എന്താണെന്ന് മിസ് പറയാം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ചേട്ടന്മാർ, അതായത് 8ാം ക്ലാസ്സിൽ നമുക്ക് സബ്ജക്റ്റ് മിനിമം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് മിനിമം മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെ? പൊതുവേ നമുക്ക് ഓൾ പാസ് ആയിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പാസ്സാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 8ാം ക്ലാസ്സിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് മിനിമം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു സബ്ജക്റ്റിൽ മിനിമം മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം, ജയിക്കണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? തോറ്റുപോകും. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം റിസൾട്ട് വന്നപ്പോൾ 2 ലക്ഷത്തിലോളം കുട്ടികളായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തോറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വർഷം ഇത് 5ാം ക്ലാസ് മുതൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, നമുക്കറിയാം നമ്മുടെ ഓണപരീക്ഷ ഓഗസ്റ്റ് 19 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ക്ലാസ് 7ലെ മക്കളാണെങ്കിൽ നമുക്ക് 20ാം തീയതി തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 1ാം പാദ പരീക്ഷ നമുക്ക് 19 മുതൽ 29 വരെ ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ക്ലാസ്സുകളിലും നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ വർഷം നമുക്ക് 5 മുതൽ മക്കളെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ വർഷം 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്ക് സബ്ജക്റ്റ് മിനിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 8ാം ക്ലാസ്സിലായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. 80,000 കുട്ടികളോളം പിന്നീട് അത് തോറ്റുപോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർക്ക് പ്രത്യേകം വിജയിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ പരീക്ഷകളും കാര്യങ്ങളൊക്കെ നൽകും എന്നും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വീണ്ടും നമ്മൾ തോറ്റിട്ട് ഒരു പരീക്ഷയിലേക്ക് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ആ മിനിമം മാർക്ക് വാങ്ങിക്കുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫൈനൽ പരീക്ഷയ്ക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിലും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു മിനിമം മാർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ എക്സാം കുറച്ച് ടഫ് ആവുക തന്നെ ചെയ്യും അല്ലേ? അപ്പം നിങ്ങൾ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല മാർക്കോടുകൂടെ പാസ്സാവാൻ വേണ്ടി ശ്രമിക്കണം. സോ ഉറപ്പായിട്ടും അതിനനുസരിച്ച് ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയുടെയും സ്റ്റാൻഡേർഡ് കൂട്ടും. നല്ല ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം നിലനിൽക്കെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, എക്സാം ടഫ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് വരുന്നുണ്ടാവുക. സോ എൻ്റെ കുട്ടികൾ അതിന് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനറുടെ ബാച്ചുകളും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബിലും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എക്സാമിനോടനുബന്ധിച്ചത്. പക്ഷേ പ്രോപ്പറായിട്ട് പഠിച്ച് പേടിയൊന്നും ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കറിയാം, താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ജോയിൻ ചെയ്യാം. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ മക്കളെ ജസ്റ്റ് സ്റ്റാർട്ട്, ഇപ്പം സ്റ്റാർട്ട് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യേണ്ടി വരില്ല? ഖേദിക്കേണ്ടി വരില്ല, റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നന്നായിട്ട് പഠിക്കുക. ഇനിയും നമ്മുടെ മുമ്പിൽ ദിവസങ്ങളുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. ആ ഒരു കോൺഫിഡൻസിൽ പഠിച്ചു തുടങ്ങുക. ആൻഡ് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ഹെൽപ്പ് വേണം, ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ മക്കളെ, താങ്ക് യു.